സർ, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് എഞ്ചിനീയേഴ്സ് പിന്നെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്സ് ഇവരൊക്കെ പറയുന്നത് നമ്മുടെ സേവ് കേരള ബ്രിഗേഡ് എന്ന് പറയുന്നത് ആൾക്കാരിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിയർ മോങ്കറിങ് സിസ്റ്റമാണ് എന്ന് പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ സാറിന് പറയാനുള്ളത് എന്താണ്? അല്ല, ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫിയർ ഉണ്ടാകുന്നത് ബുദ്ധിയുള്ള ആൾക്കാർക്കാണ്. ബുദ്ധിയില്ലാത്തവന് ബുദ്ധികൾക്ക് വല്ല ഫിയറും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഫിയർ എന്ന് പറയുന്ന ഒരു വികാരം തന്നെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ IMD പ്രഡിക്ഷൻസ് പറയും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വലിയ മഴ പെയ്യും, ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാവും. നമ്മളെ പേടിപ്പിക്കാൻ പറയണതാണോ? പ്രിക്കോഷൻസ് എടുക്കാൻ പറയണതല്ലേ? നിങ്ങൾ ജാഗരൂകരായിരിക്കുക, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്. 50-ലേറെ ഡാമുകൾ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു രാജ്യത്ത് നിന്ന് ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുമെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ആരെങ്കിലും പറയണ്ടേ? എല്ലാവരും ഇങ്ങനെ ഈ 50-ലേറെ ഡാംസ് തകർന്നിടത്തും എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഡാം പൊട്ടുമെന്ന്. അത് കേൾക്കാൻ ചെവി കൊള്ളാത്തത് കൊണ്ടല്ലേ അത് സംഭവിച്ചത്. ചൈനയിലെ ബാൻഗിയാവ് ഡാമിന്റെ കാര്യം എടുത്താൽ നമുക്ക് അത് മനസ്സിലാവും. ചെൻസിങ് എന്ന് പറയുന്ന, ഇപ്പൊ ചില ആളുകൾ എന്നെ കേരള ചെൻസിങ് എന്ന് വിളിക്കാറുണ്ട്. ചെൻസിങ് എന്ന് പറയുന്ന ഒരാള് ചൈനയിൽ ഉടനീളം നടന്ന് കരഞ്ഞു പറഞ്ഞതാണ് ഈ ഡാം തകരും എന്നുള്ളത്. അവസാനം നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റുകളൊക്കെ കാണിക്കുന്ന പോലെ ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞാൽ അതെങ്കിലും തകരൊന്നുമില്ല, അത് ഇവിടെ ആൾക്കാർ പറയില്ലേ മേസണ്ടി ഡാമാണ്, ഗ്രാവിറ്റി ഡാമാണ്, ആനയാണ്, ചൈനയാണെന്നൊക്കെ പറയണ പോലെ ഒത്തിരി ആളുകൾ അവിടെ പറഞ്ഞുകൊണ്ട് നടന്നതാണ് ഇതിനെതിരെ, ചെൻസിങ്ങിനെതിരെ. എന്നിട്ടും നിർത്താതെ ചെൻസിങ് ഇത് പറഞ്ഞപ്പോൾ ചൈനീസ് ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ബാൻഗിയാവ് ഡാം വീക്കാണ്, പക്ഷെ പൊട്ടാലൊന്നും പോകുന്നൊന്നുമില്ല, അതിൻ്റെ നെസസറി റിപ്പയർ, ഇപ്പം പറയണ പോലെ നെസസറി റിപ്പയറിങ് വർക്കൊക്കെ ചെയ്താൽ മതി, ഇത് പൊയ്ക്കോളും, കാലാകാലം പൊയ്ക്കോളും എന്ന് പറഞ്ഞു. ഒരു രാത്രി 2 മണിയായപ്പം വലിയ ഒരു ശബ്ദം കേട്ട്. ഭാര്യ ഭർത്താവിനെ വിളിച്ചെഴുന്നേപ്പിച്ചു, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞു. എന്തോ വലിയ അത്തരം ഒരു ശബ്ദം അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇടിവെട്ടൊന്നുമല്ല, ഭാര്യ ഭർത്താവിനെ വിളിച്ചു വലിയൊരു ശബ്ദം കേട്ടു, ലോകം അവസാനിക്കാൻ പോകാണോ? ഭർത്താവ് പുറത്തിറങ്ങി നോക്കി. ഭർത്താവ് പറഞ്ഞ് ലോകം അവസാനിക്കുന്നതല്ല, നമ്മൾ അവസാനിക്കാൻ പോവുക. കാരണം എന്താ? ബാൻഗിയാവ് ഡാം തകർന്ന്. ബാൻഗിയാവ് ഡാമിന്റെ വലിയ മലവെള്ള പാച്ചിൽ വരെ വെള്ളമാണ് മുമ്പിൽ കാണുന്നത്. നമ്മുടെ കാര്യം തീരുമാനമായി എന്ന് ഭർത്താവ് പറഞ്ഞു. നിമിഷങ്ങൾക്ക് ഉള്ളിൽ ഭർത്താവ് ഒരു സ്ഥലത്തും ഭാര്യ പല സ്ഥലത്തുമായിട്ട് ചിതറി തീർന്നു. അപ്പം അത് നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മളിത് പഠിക്കണ്ടേ? ഇപ്പം നമ്മളിത് ജനങ്ങളിൽ ഭയം വിതയ്ക്കുന്നു എന്ന് പറയാനാണോ നമ്മൾ കാര്യങ്ങൾ? ഒരു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ, ഭൂകമ്പങ്ങളെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഏത് ഡാമാണ് ഉള്ളത് ലോകത്തിൽ? ഒന്നുമില്ല. അപ്പം ഇത്രയും എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ, 240 മൈനർ ട്രമേഴ്സ് ഇവിടെ ഉണ്ടായ സ്ഥലം, സിസ്മോളജിസ്റ്റുകളുടെ പഠനത്തിൽ കേരളം റെഡ് സോണിൽ വന്നിരിക്കുന്ന സ്ഥലം, അവിടെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിൽ ഫിയർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിയർ ഉണ്ടാവണം, എന്നാലാണ് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ഇവിടെ ഡാംസ് ഒന്നും വേണ്ടല്ലോ. എന്തിനാ ഈ ഡാംസ് പണിയണത് തന്നെ വലിയ കറപ്ഷനാണ്. പിന്നെ ഡാംസിൻ്റെ വേറൊരു പേരാണ് വാട്ടർ ബോംബ് എന്നുള്ളത്. എല്ലാ ഡാംസും ഇന്ന് പണിത ഡാമാണെങ്കിൽ ഇറ്റ്സ് എ വാട്ടർ ബോംബ്. ഏത് നിമിഷം അത് പൊട്ടി തകർന്നു വന്നാൽ വലിയൊരു വാട്ടർ ബോംബ് തന്നെയാണ്. എല്ലാ ഡാംസും അതെ വാട്ടർ ബോംബാണ്. അപ്പം ഇതെന്തിനെങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നത്? അതും കേരളത്തിലെ പോലെയുള്ള ഒരു സ്ഥലത്ത്. ഞാൻ ജർമ്മനിയിലായിരുന്നപ്പം അവിടെ പുലർകാലത്തെ വെളിച്ചം, നമ്മുടെ ഇവിടെയൊക്കെ 6 മണിക്കുള്ള വെളിച്ചം, ആ ഒരു 5-6 മണിക്കുള്ള ഒരു ചെറിയൊരു വെളിച്ചമില്ലേ, ആ വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അപ്പം ഇവിടെയാണെങ്കിലോ, ഇവിടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ലേ, സൂര്യാഘാതം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നാട്.
നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നിരിക്കുന്ന എനർജി നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് പോകുമ്പോൾ ഇരു റോഡിൻ്റെ സൈഡിലും വിൻമിൽസുകളുണ്ട്, കാറ്റാടി യന്ത്രങ്ങളുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള. വലിയ കാറ്റൊന്നുമില്ല, ചെറിയ കറക്കേ ഉള്ളൂ. ആ ചെറിയ കറക്കത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയോ കന്യാകുമാരി വരുന്നതിൽ കാസർഗോഡ് വരെയും കടലിൽ എന്ത് കാറ്റാണ്. ഈ കാറ്റാടി യന്ത്രങ്ങൾ, ഈ വിൻമിൽസ് എല്ലാം കരയിൽ വെക്കേണ്ട യാതൊരു കാര്യമില്ല, കടലിൽ വെക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം വൈദ്യുതി ഉണ്ടാകും. നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനും ഈ വ്യാവസായിക ഉപഭോഗത്തിനും കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് വിറ്റ് കേരളം സമ്പന്നമാവാൻ കൂടി സാധിക്കും. ആ വസ്തുത നിലനിൽക്കുകയാണ് ഇങ്ങനെ ഡാംസ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത്. അത് അഴിമതിയാണ്. 2000-3000 കോടി രൂപയുടെ പദ്ധതി വരുമ്പോൾ പകുതി പൈസ പോക്കറ്റിൽ വെക്കാം. അല്ലാണ്ട് ഇത് നാടിൻ്റെ നന്മയ്ക്കല്ല ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത്, ഒരു സ്ഥലത്ത് വെസ്റ്റേൺ ഗട്ട്സും മറുവശത്ത് അറേബ്യൻ സീ, ഇതിൻ്റെ നടുക്കുള്ള സുന്ദരമായ ഒരു സ്ഥലം. ഇവിടെ 84 ഡാംസ് പണിതു വെച്ച് ഈ വലിയ മർദ്ദം ഭൂമി ദേവിയെ ഏൽപ്പിച്ച് പ്രകൃതി പ്രതികരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഒരു പുഴ എവിടെ ഉത്ഭവിക്കണം, എങ്ങോട്ടൊഴുകണം, കടലിൽ പതിക്കണോ വേണ്ടതെന്നൊക്കെ പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ വെള്ളം കടലിലേക്ക് ചെന്നാലാണ് കടൽപ്പായൽ ഉണ്ടാവുള്ളൂ. ഈ വെള്ളം കടലിലേക്ക് ചെന്നാലാണ് മത്സ്യസമ്പത്ത് ഉണ്ടാവുള്ളൂ. ശുദ്ധജലം അങ്ങോട്ട് ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ ചാവുകടലായി പോകും നമ്മുടെ കടലുകളെല്ലാം. അപ്പോൾ ശുദ്ധജലം അവിടെ തന്നെ വീഴണം. ഇപ്പം മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് അറബിക്കടലിൽ പതിക്കേണ്ട ഒരു നദിയെ നമ്മൾ ബംഗാൾ ഉൾക്കടലിലേക്കാണ് വിടുന്നത്. അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധത ഏറി കഴിയുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? അതിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ട പ്രകൃതി എന്ത് ചെയ്യും? പുനഃസ്ഥാപിച്ചെടുക്കും, അല്ലേ? അത് പ്രകൃതിക്ക് പുനഃസ്ഥാപിച്ചെടുക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല, പുനഃസ്ഥാപിച്ചെടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ ഒന്ന് പിടിച്ചു കുലുക്കുക. മുല്ലപ്പെരിയാർ ഡാമും അതിൻ്റെ താഴെയുള്ള ഡാംസും എല്ലാം കൂടി പൊട്ടി തകർന്ന് ഈ നാട്ടിൽ ഈ പ്രകൃതിയെ നശിപ്പിച്ച ജനം മുഴുവനും വാനിഷ്ഡ് ആവും. വണ്ടി കിണ്ടി സകലതും പോവും. എയർ പ്യൂരിഫൈഡ് ആവും. മുല്ലപ്പെരിയാർ നദി പ്രകൃതി എങ്ങനെയാണോ നിശ്ചയിച്ചത് അതുപോലെ ഒഴുകി കടലിൽ പതിക്കും. പഴയ കേരളം പുനഃസ്ഥാപിക്കപ്പെടും. പഴയ കേരളത്തിൽ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടാനും ഇപ്പം പ്രകൃതിക്ക് പോലും വിചാരിച്ചാൽ സാധിക്കില്ല. അത്രമാത്രം ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ട്, അത്രമാത്രം പെസ്റ്റിസൈഡ്സ് ഇവിടെ ഉണ്ട്, അത്രമാത്രം വിഷവാതകങ്ങളും വിഷദ്രാവകങ്ങളും ഇവിടെ ഉണ്ട്. അതെല്ലാം ഇവിടെ വ്യാപിച്ചു കഴിഞ്ഞാൽ പഴയ പ്രകൃതി ഒന്നും ഉണ്ടാവില്ല, എങ്കിലും ഇക്വിലിബ്രിയം ബാലൻസ്ഡ് ആവും. ഈ പ്രപഞ്ചത്തിൻ്റെ ഇക്വിലിബ്രിയം ബാലൻസ്ഡ് ആവും. നമ്മളിപ്പോഴേ ഇതിനെതിരെ, ഈ പ്രകൃതിയുടെ ഈ നാശത്തിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ മനുഷ്യനുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ലോകരാജ്യങ്ങളെല്ലാം കൂടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞത് നിങ്ങൾ കരിയില പോലും പുറത്ത് കത്തിക്കരുതെന്ന് പറഞ്ഞത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോട്ടെ, കരിയില പോലും അടിച്ചു വാരിക്കൂട്ടി കത്തിക്കരുതെന്ന് പറഞ്ഞതാണ്. ലോകത്ത് 3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടിയാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു പ്രമേയമാണിത്. ഇന്നത്തെ ലോകത്തിൻ്റെ താപനിലയിൽ 3 ഡിഗ്രിയും കൂടി കൂടിയാൽ എല്ലാ തുറമുഖ നഗരങ്ങളും വെള്ളത്തിലാവും. ആൽപ്സ് ഉരുകും, ഹിമാലയം ഉരുകും ചൂട് കൂടിയതുകൊണ്ട്. എവിടെയൊക്കെ മഞ്ഞുണ്ടോ ഉരുകി താഴേക്ക് വരും. വലിയ പ്രളയം ഉണ്ടാവും, തുറമുഖ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും. അങ്ങനെ വന്നാൽ കേരളം ഉണ്ടോ? ഇവിടെ മൊത്തം ഒന്നാമത് കടലിനടുത്ത സ്ഥലം കൊച്ചി ഒരു തുറമുഖ നഗരമാണ്. ഇപ്പോൾ വിഴിഞ്ഞം, തിരുവനന്തപുരം ഒരു തുറമുഖ നഗരമാണ്. മുംബൈ, ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടാവുമോ? ന്യൂയോർക്ക് ഉണ്ടാവും. അപ്പോൾ ഐക്യകണ്ഠേന ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൂടി തീരുമാനിച്ചാണ് ചൂട് കുറയ്ക്കണം എന്നുള്ളത്. അപ്പം പ്രകൃതിക്ക് ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് തെറ്റിച്ചാൽ പ്രകൃതി തന്നെ തിരിച്ചടിക്കും. ഒരു സംശയം അതിന് ആർക്കും വേണ്ട. മുല്ലപ്പെരിയാർ ഡാം തകരണം എന്നുള്ളതാണ് പ്രകൃതിയുടെ നീതി. മനസ്സിലായോ? മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഡാമുകളും തകരണം എന്ന് തന്നെയാണ് പ്രകൃതിയുടെ നീതി. ആ നീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ മാറ്റേണ്ടതൊക്കെ മാറ്റണം. ആദ്യം മുല്ലപ്പെരിയാർ ഡാമിൽ തന്നെ തുടങ്ങണം. മുല്ലപ്പെരിയാർ ഡാം അവിടെ വേണ്ട. തമിഴ്നാടിൻ്റെ വെള്ളം നമ്മൾ പറയാനായിട്ട് നമുക്കെന്താ വല്ല തലയ്ക്ക് ഓളമുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവൻ പറയണോ, തമിഴ്നാടിൻ്റെ വെള്ളം പറയണോ? എന്ത് തരത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് എന്നോട് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ ജി ചോദിച്ചത് എത്ര കറക്റ്റാണ്.
അവനവൻ്റെ ജീവനാണോ പ്രധാനം, വേറെ ഒരു നാട്ടിലെ വെള്ളമാണോ? തമിഴ്നാട്ടിൻ്റെ വെള്ളമൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കാൻ പോലും അരുത്. വെള്ളത്തിൻ്റെ കാര്യം പറയേണ്ടത് തമിഴ്നാടിൻ്റെ അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞോളൂ. ഈ നാട്ടിലെ ജനങ്ങളോ രാഷ്ട്രീയക്കാരോ ഒന്നും പറയേണ്ട വിഷയമേ അല്ലാതെ. ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയക്കാരും പറയേണ്ട എന്താണ്? മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു കളയുക എന്നുള്ളതാണ്. അവിടെ തീരാണ് നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അത് തീരും. നമ്മൾ വളരെ ഇവിടെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വരാത്ത എന്താ? ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ 10 കൊല്ലം ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. ആരെങ്കിലും വന്നോ? എന്താ വരാത്തത്? ഈ ഡാമിന്റെ അടിയിൽ കൊണ്ടുവന്ന് ആര് ഇൻവെസ്റ്റ് ചെയ്യാനാണ്? ആര് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണവര്? ഈ ഡാമിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ബോധമുള്ള ആരായോ ഏതെങ്കിലും ഇൻവെസ്റ്റർ കൊണ്ടുവന്ന് ഈ ഡാമിന്റെ അടിയിൽ ഇൻവെസ്റ്റ് ചെയ്യോ? നമ്മുടെ പുരോഗതിയാണ് ഈ ഡാം കാരണം നശിപ്പിക്കപ്പെടുന്നത്. കേരളത്തിന്റെ പുരോഗതി, കേരളത്തിലെ യുവാക്കളുടെ ജോലി, ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണ യുവാക്കളുണ്ടല്ലോ, അവന്മാരുടെയൊക്കെ ജോലി ഇല്ലാണ്ടാക്കണത് ഈ ഡാമാണെന്ന് തിരിച്ചറിയണം. ഒരാളും ഇങ്ങോട്ട് വരത്തില്ല. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നുണ്ട്. അവരുടെ അജണ്ട വേറെയാ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം. നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് എല്ലാം കേരളത്തിലേക്ക് വരണം, എല്ലാവരും വരണം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിച്ചെടുക്കണം. അതിന് ആദ്യ പടിയായി ഇവിടെ തൊഴിലാളികളെ കുറ്റം പറയാണ്. തൊഴിലാളികൾ 100-200 രൂപ കൂടുതൽ ചോദിച്ച് സമരം ചെയ്യുന്നതാണോ പ്രശ്നം? അവർക്ക് അർഹിക്കുന്നത് അവർ ചോദിക്കുന്നത്. നമ്മുടെ തലയിൽ അടിച്ചു കയറ്റിയിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈ തൊഴിലാളികൾ കൂലിക്കോടതിയിൽ ചോദിക്കുന്നത് അക്രമമാണെന്ന് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഏത് തൊഴിലാളിയാണ് കോടിക്കണക്കിന് രൂപയുടെ വീട് പണിതിട്ടുള്ളത്? ലംബോർഗിനി കാർ എത്ര തൊഴിലാളികൾക്കുണ്ട്? പാവങ്ങളാണ്. ആ തൊഴിലാളികളാണ് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് വരാത്തതിന് കാരണം എന്ന് പലരും ഇവിടെ പറയുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഡാം എടുത്ത് മാറ്റി നോക്ക്. എത്ര ഇൻവെസ്റ്റർ ഇങ്ങോട്ട് ഓടി വരും. നമ്മൾ ആരെയും വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങോട്ട് ഓടി വരും. ഈ നാട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ലോകത്തിലെ തന്നെ സമ്പന്നമായ ഒരു പ്രവിശ്യയായിട്ട് മാറാനുള്ള റിസോഴ്സസ് എല്ലാം ഈ നാട്ടിൽ തന്നെയുണ്ട്. ഈ ഡാം അവിടെ നിന്ന് മാറും, അത്രയേ ഉള്ളൂ. സർ, കേരളത്തിന്റെ UDF സർക്കാർ, സതീശൻ സർ, ഈ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മിഷൻ സമുദ്രയുടെ 400 കോടി അലോട്ട്മെന്റ്, 5 ലക്ഷം കോടി രൂപയുടെ കടം, ഇതെല്ലാം ആക്ച്വലി ബഡ്ജറ്റിൽ വന്നു. പക്ഷെ മുല്ലപ്പെരിയാർ ഒരു ഹെഡ്ലൈനിൽ ഇടം സ്ഥാപിച്ചില്ല. ഇതിനെക്കുറിച്ചുള്ള സാറിന്റെ ഒരു പ്രതികരണം എന്താണ്? നമ്മൾ ഇത്രയും ഫോഴ്സ്ഫുള്ളി, ഇത്രയും കാര്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 2018 ഫ്ലഡ്, അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ മോൺസൂൺ സീസൺ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശൻ സാറിനെ കണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം റസൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വസ്തുതകളാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ എൻ്റെ കേസിൻ്റെ കൗണ്ടർ ഫയൽ ചെയ്യുമല്ലോ ഗവൺമെൻറ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയാം എന്ന് വളരെ പോസിറ്റീവായിട്ട് കേരള പക്ഷത്ത് നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെയേ ഇനി സംസാരിക്കാൻ പറ്റൂ. കാരണം ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. ഇനി അദ്ദേഹം വിചാരിച്ചാൽ പോലും ഇതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം സുപ്രീം കോടതിയിൽ പറയാനായിട്ട് ഈ പ്രകൃതി സമ്മതിക്കില്ല. മനസ്സിലാക്കുക. സമയമായി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ട സമയമായി. ഇനി പരിഹാരം ഉണ്ടാവുള്ളൂ. അതിന് ആർക്കും എതിര് നിൽക്കുക, ഒരു മുഖ്യമന്ത്രിക്കോ ഒരു ഇറിഗേഷൻ മിനിസ്റ്റർക്കോ ഒരു ഗവൺമെൻറ്റിനോ ഇനി എതിര് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പം മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായി വന്ന് എൻ്റെ അടുത്തിരുന്ന് ഇക്കാര്യങ്ങൾ പ്രോമിസ് ചെയ്തത് ഒരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ ഞാൻ ഇറിഗേഷൻ മിനിസ്റ്ററെയും കാണുന്നുണ്ട്. അദ്ദേഹവും പോസിറ്റീവായിട്ട് വരും, 100% വന്നേ പറ്റൂ. കാരണം സമയമായി, ഈ പ്രശ്നം പരിഹരിക്കേണ്ട സമയമായി. പിന്നെ വിജയനെ ഞാൻ കാണുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്നോടൊരു ഇവിടുത്തെ ഒരു MP പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഏത് MP ആണെന്ന് ചിലപ്പോൾ നമുക്ക് പിടികിട്ടി കാണും. പ്രധാനമന്ത്രിയായിട്ട് അടുപ്പമുള്ള MP അറിയാമല്ലോ. അപ്പോൾ
അദ്ദേഹം പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ റസൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു, ഈ വിഷയമെല്ലാം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇപ്പം നമ്മുടെ ഒരു പെറ്റീഷൻ ഉണ്ട് ഓൺലൈനിൽ, അതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്, change.org എന്ന് പറഞ്ഞിട്ട്. എന്നെ കേൾക്കുന്ന ഈ ചാനലിനെ ശ്രവിക്കുന്ന ആളുകൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. change.org എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. ഈവൻ യൂറോപ്യൻസും അമേരിക്കൻസും ആഫ്രിക്കൻസും ഒക്കെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള ആൾക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. ഒരു ലക്ഷത്തോളം സിഗ്നേച്ചേഴ്സ്, 20 ലക്ഷത്തിൽ മേലെ ആൾക്കാർ സൈൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് പോരാ, കാരണം കേരളത്തിൽ മാത്രം 4 കോടി ജനങ്ങളുണ്ട്. അതിൽ 20 ലക്ഷം 4 കോടി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വിചാരിക്കും ആർക്കും താല്പര്യമില്ല എന്ന് വിചാരിക്കും. അറ്റ്ലീസ്റ്റ് 1 കോടി ആൾക്കാരെങ്കിലും അതിൽ സൈൻ ചെയ്ത് കിട്ടിയാൽ, ഇത് ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്തോട്ടൊന്നും കൊണ്ടുപോകണ്ട, കാരണം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പെറ്റീഷനാണ്. പ്രധാനമന്ത്രിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അറിയുന്നുണ്ട്, ആരും പ്രതികരിക്കാത്തതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇതിൽ ഇടപെടാത്തത്. അതൊന്ന്. പിന്നെ MP കാര്യം പറയാം. MP എന്നോട് പറഞ്ഞു, ഞാനങ്ങനെ പ്രധാനമന്ത്രിയുടെ അടുത്ത് റസലിനെ കൊണ്ടുപോകാം, ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ വിനീതമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ MP അല്ലേ, താങ്കൾക്ക് എന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒരേ സഭയിലിരിക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ആദ്യം താങ്കൾ പോയിട്ട് ഇത് അവതരിപ്പിക്കുക, എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ഏതോ ഒരു സന്ദർഭത്തിൽ ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറി ഈ കാര്യം പറഞ്ഞു. അതിന് അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം അറിയേണ്ടത് ഇത് ഞാൻ നേരത്തെ ഞാൻ എങ്ങനെ ഈ പ്രധാനമന്ത്രിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞു എന്നുള്ളതാണ് പുള്ളിക്ക് അത്ഭുതം. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലാൽ ഇങ്ങോട്ട് വരണ്ടെന്നാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ഫാക്ട്സ് ഇതിൻ്റെ പുറകിലുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ആ കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റണം, അപ്പോൾ പ്രധാനമന്ത്രി ഓക്കെ ആവും. എന്നിട്ട് ചെല്ലുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ പോകുന്നുണ്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ അടുത്ത്. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യം ഞാൻ കേരള മുഖ്യമന്ത്രിയെ കണ്ടു, ഇനി കേരള മുഖ്യമന്ത്രിയെയും ഇറിഗേഷൻ മിനിസ്റ്ററെയും ഒന്നിച്ച് കാണും. പിന്നീട് ശ്രീ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണും. അപ്പോൾ പ്ലാറ്റ്ഫോം ശരിയാവും. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദിജിയെ ഞാൻ കാണും. നമ്മുടെ കാര്യങ്ങൾ നടക്കും 100%. ഒരു സംശയം ആർക്കും വേണ്ട. വളരെ ക്ലിയർലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അജണ്ട സാറിന്റെ കയ്യിലുണ്ട്. ഉണ്ട്.